സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ മെയിനായിട്ട് ക്വാണ്ടം മെക്കാനിക്സിലെ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ മെത്തേഡ്സൊക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ് ഈ ഒരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന അധിക പൊട്ടൻഷ്യൽ വെൽസും നമുക്കിപ്പം മൈക്രോ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പൊട്ടൻഷ്യൽ വെൽസ് ഒക്കെയാണ് വരുന്നത് അല്ലേ, ന്യൂക്ലിയർ ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യൽ വെൽസ് എല്ലാം നമുക്ക് അധിക എണ്ണവും എന്ത് ചെയ്യാൻ പറ്റും, ഹാർമോണിക് ഓസിലേറ്റർ ഫോമിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോളിക്കുലർ വൈബ്രേഷൻസ് അതുപോലെ ന്യൂക്ലിയർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആവാറുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാമിൽട്ടോണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക്കൽ അനലോഗുള്ള ഒരു പ്രോബ്ലമാണ് അല്ലേ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പം ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, p²/2m പ്ലസ് ഹാഫ് kx² എന്നാണ് വരിക അല്ലേ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി p²/2m പ്ലസ് ഹാഫ് kx², 1 ഡയമെൻഷനിൻ്റെ കേസിൽ. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്, രണ്ട് കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസിൻ്റെ എക്സും പി എക്സും വരിക അല്ലേ. രണ്ട് കനോനിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മായിട്ടാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ക്വാണ്ടം ഫീൽഡ് തിയറിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മൾ വേറെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോബ്ലംസ് ചെയ്യുമ്പം ഡിഗ്രി ലെവലിലൊക്കെ ചെയ്ത് പഠിച്ചത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതും. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടും ആൻഡ് കറസ്പോണ്ടിങ് എനർജി ഐഗൺ വാല്യൂസ് കാണും. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡിറാക്കിൻ്റെ ഓപ്പറേറ്റർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യം നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ h p²/2m പ്ലസ് ഹാഫ് kx². ഹാഫ് kx²നകത്ത് k എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. k എന്ന് പറയുന്നത് m⍵² ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് h p²/2m പ്ലസ് ഹാഫ് m⍵² x² ആണ്. ഓക്കെ, ഇതിനകത്ത് എക്സും പിയും നമ്മുടെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റും ഓപ്പറേറ്റേഴ്സാണ്. രണ്ടും ഹെർമീഷ്യനാണ്. ഈ എക്സിൻ്റെയും പിയുടെയും കോമ്പിനേഷൻസ് ആയിട്ടാണ് നമ്മൾ ന്യൂലി ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ പറയുന്നത്. ഓക്കെ, ഈ ന്യൂലി ഡിഫൈൻഡ് ഓപ്പറേറ്റേഴ്സ് നോൺ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്ന ഓപ്പറേറ്റർ ഒന്ന് എ എന്ന് പറയുന്നത് √m⍵/2h എക്സ് പ്ലസ് IP/m⍵ എന്ന് പറയുന്നതാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് അനൈലേഷൻ ഓപ്പറേറ്ററാണ്. ഓക്കെ, അനൈലേഷൻ ഓപ്പറേറ്റർ. ദെൻ വി ഹാവ് എ ഡാഗർ. എയിൽ നിന്ന് എ ഡാഗർ കിട്ടാൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, i -i ആക്കി മാറ്റിയാൽ മതി. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്രിയേഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇങ്ങനെ രണ്ട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ജസ്റ്റ് ഈ ഓപ്പറേറ്റേഴ്സ് ഓർത്ത് വയ്ക്കുക. നമുക്കതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. നമ്മളിവിടെ എ ഡാഗർ എ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ, എ ഡാഗർ എ എന്ന് പറയുന്നത് നമുക്ക് എയുടെ ഫോമുണ്ട്, അതുപോലെ എ ഡാഗറിൻ്റെ ഫോമുണ്ട്. നമുക്ക് ജസ്റ്റ് എ ഡാഗർ എ നോക്കാം. എ ഡാഗർ എ ചെയ്യുന്ന സമയത്ത് നമുക്ക് m⍵/2h പുറത്തുണ്ടാവും. ദെൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ x² വരും. ദെൻ ഈ ടേം -IP/m⍵ x എന്ന് പറയുന്ന ഈ ഒരു ടേം വരും. ദെൻ നെക്സ്റ്റ് ഏതാ വരിക, XIP/m⍵ എന്ന് പറയുന്ന ടേം. അവിടെ നിങ്ങൾ ഓർക്കുക, നമ്മൾ ആ ഓർഡർ മാറരുത്. XP എന്ന് പറയുന്നതും P ഇൻറ്റു എക്സ് എന്ന് പറയുന്നതും ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഓർഡറിൽ തന്നെ എഴുതുക. അപ്പം ഈ ടേമും തമ്മിലാണ് കോമ്പിനേഷൻ എടുക്കുന്നതെങ്കിൽ ആദ്യം ആരാണ് വരിക, എക്സ് വരും, ദെൻ പി വരും. ഓക്കെ, ഈ ടേമും തമ്മിലാകുമ്പോൾ ആദ്യം പി വരും, പിന്നെ എക്സ് വരും. ദെൻ ലാസ്റ്റ് ടേം ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കവിടെ I² വരുന്നത് കാരണം അത് പ്ലസ് ആയിട്ട് മാറും. സോ ഇതാണ് വരിക അല്ലേ, ഇത്രയും ടേംസ് വരും. ഇതിനകത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് അവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റർ എക്സ് പി കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ. ഐ ബൈ എം ഒമേഗ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അവിടെ ഉള്ളത് എക്സ് പി മൈനസ് പി എക്സ് ആണ്. എക്സ് പി മൈനസ് പി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂട്ടേറ്റർ എക്സ് കോമ പി ആണ് വരിക, വിച്ച് ഇസ് ഐ എച്ച് ക്രോസ്. ഓക്കെ, അത് ഐ എച്ച് ക്രോസ് ആണ് വരിക. ദെൻ ബാക്കിയുള്ള ടേംസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പി സ്ക്വയർ ബൈ എം സ്ക്വയർ ഒമേഗ സ്ക്വയർ ആണ്, പുറത്ത് ഈ ഒരു ടേമും വരുന്നുണ്ട്. സോ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതിനെ പി സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ, അതായത് നമ്മുടെ ഹാമിൽട്ടോണിയൻ്റെ ടേമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. അത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ്, ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ പി സ്ക്വയർ ബൈ 2m പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. ദെൻ ഈ ഒരു ടേം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂട്ടേറ്റർ എക്സ് പി കൊണ്ടുവരാൻ പറ്റും. ആ കമ്മ്യൂട്ടേറ്റർ എക്സ് പി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ എച്ച് ക്രോസ് ആണ്. സോ ആ ഒരു വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി -1/2. ഓക്കെ, സോ നമുക്ക് എ ഡാഗർ എ എന്ന് പറയുന്ന ആൾക്ക് എന്താണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? എ ഡാഗർ എ ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് അല്ലേ, ഇത് നമ്മുടെ ഹാമിൽട്ടോണിയൻ എച്ച് ആണ്, എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ഒമേഗ -1/2 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എ ഡാഗർ ഒന്ന് കണ്ടു നോക്കുക. എ ഡാഗർ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഞാനിനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് എച്ച് ബൈ എച്ച് ക്രോസ് ഒമേഗ പ്ലസ് 1/2 എന്നായിരിക്കും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ അതൊന്ന് രണ്ടൊന്നും കൂടെ നമുക്ക് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എ ഡാഗർ എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റർ നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, കാരണം നമുക്കറിയാം എ ഡാഗർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡാഗർ മൈനസ് എ ഡാഗർ എ ആണ് അല്ലേ. ഈ മുകളിലുള്ള ആ രണ്ട് സംഭവങ്ങളും കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 1 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. സോ അത് നമുക്ക് വി വിൽ ഹാവ് എ ഡാഗർ എ എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്റർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി -1 എന്ന് പറയാം അല്ലേ, -1 ആയിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരാൾ, അതായത് എ ഡാഗർ എ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എച്ച് ക്രോസ് ഒമേഗ -1/2 എന്ന് പറയുന്ന ഈ ഒരാളെ നമ്മൾ വിളിക്കുന്നത് നമ്പർ ഓപ്പറേറ്റർ എന്നാണ്. ഓക്കെ, നമ്പർ ഓപ്പറേറ്റർ, ഇതിനെ നമ്പർ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ n is equal to a dagger a. Okay, number operator n is equal to a dagger a ആണ്, and it is h by h cross omega -1/2. ഓക്കെ, സോ അതൊന്ന് നമുക്ക് n is equal to number operator n is equal to h by h cross omega -1/2 എന്നാണ് നമുക്കുള്ളത്. സോ അവിടെ നമുക്ക് എച്ചിനെ എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു n+1/2 എന്ന് എഴുതാം അല്ലേ, എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു n+1/2. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എച്ച് എന്ന് പറയുന്നത് എന്നിൻ്റെ ലീനിയർ ഫംഗ്ഷനാണ് അല്ലേ, ലീനിയർ ഡിപ്പെൻഡൻസ് ആണ് അവിടെ വരുന്നത്. സോ എച്ച് എന്ന് പറയുന്ന ആൾ ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് n. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നിനെ എന്ത് ചെയ്യാം, സൈമൾട്ടേനിയസ് ആയി എന്നിനെയും എച്ചിനെയും നമുക്ക് സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാം, ഡയഗണലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ നമ്പർ ഓപ്പറേറ്റർ n എന്ന് പറയുന്ന ആളുടെ കറസ്പോണ്ടിങ് ഐഗൺ കെറ്റ്സിനെ, n എന്ന് പറയുന്ന ആളുടെ കറസ്പോണ്ടിങ് ഐഗൺ കെറ്റ്സിനെ നമ്മൾ n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, വേർ n ഇസ് ഇറ്റ്സ് ഐഗൺ വാല്യൂ. ഓക്കെ, അതായത് നമ്പർ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു ഇവിടെ ഹാമിൽട്ടോണിയനും നമ്പർ ഓപ്പറേറ്ററും തമ്മിൽ എന്താണ്, ലീനിയർ റിലേഷനാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്യാം, സൈമൾട്ടേനിയസ്ലി ഡയഗണലൈസ് ചെയ്യാം. ഓക്കെ, ഇനി n എന്ന് പറയുന്ന നമ്പർ ഓപ്പറേറ്ററിൻ്റെ എനർജി ഐഗൺ കെറ്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ ആയ സ്മോൾ n വെച്ചിട്ടാണ്. സോ വി വിൽ ഹാവ് ദ ഐഗൺ വാല്യൂ ഇക്വേഷൻ ആസ് n ആക്ടിങ് ഓൺ സ്മോൾ n ഇസ് ഈക്വൽ ടു n ഇൻറ്റു കെറ്റ് n. ഓക്കെ, സോ ഈ n എന്ന് പറയുന്ന ആളുടെ ഐഗൺ സ്റ്റേറ്റ് ആണ് നമ്മുടെ കെറ്റ് n എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി എച്ച് ആക്ടിങ് ഓൺ n? എച്ച് ആക്ടിങ് ഓൺ n എന്തായിരിക്കും? നമുക്ക് എച്ച് എന്ന് പറയുന്ന ആളെ അറിയാം അല്ലേ, ഇറ്റ് ഈസ് എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു n+1/2 ആണ് അല്ലേ.
ദിസ് ആക്ടിങ് ഓൺ എൻ ആണ്. ദിസ് ആക്ടിങ് ഓൺ എൻ എന്ന് പറയുമ്പം എച്ച് ക്രോസ് ഒമേഗ അതുപോലെ നമുക്ക് എഴുതാം. എച്ച് ക്രോസ് ഒമേഗ അവിടെ തന്നെ ഉണ്ടാവും. ദെൻ എൻ ആക്ടിങ് ഓൺ എൻ. എൻ ആക്ടിങ് ഓൺ എൻ നമുക്ക് എന്താ തരിക? സ്മോൾ എൻ ആണ് അല്ലേ? എൻ ആക്ടിങ് ഓൺ എൻ ഇസ് സ്മോൾ എൻ. ദെൻ പ്ലസ് ആ 1/2 അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. സോ എച്ച് ക്രോസ് ഒമേഗ എൻ പ്ലസ് ഹാഫ് കെറ്റ് എൻ അല്ലേ? ഇങ്ങനെയായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. ഒന്നുകൂടെ നേരെ എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. എച്ച് ആക്ടിങ് ഓൺ എൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? എച്ച് ക്രോസ് ഒമേഗ ഇൻറ്റു എൻ പ്ലസ് ഹാഫ് എൻ. ഓക്കെ, കാരണം എൻ എന്ന് പറയുന്ന നമ്പർ ഓപ്പറേറ്റർ സ്മോൾ എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂ സ്മോൾ എൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ആക്ടിങ് ഓൺ എൻ ഇസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു എൻ ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് എച്ചിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ ആണ് ആരെന്ന് പറയുന്നത്? എൻ പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ അല്ലേ? ഈ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി ഐഗൺ വാല്യൂ അല്ലേ? സോ വി ഹാവ് എനർജി ഐഗൺ വാല്യൂ ഇ എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ എനർജി ഐഗൺ വാല്യൂ ഇ എൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? എൻ പ്ലസ് ഹാഫ് എച്ച് ക്രോസ് ഒമേഗ എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ എൻ, നമ്പർ ഓപ്പറേറ്റർ എൻ, അതുപോലെ എ ഡാഗർ, ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കമ്മ്യൂട്ടേറ്റർ എൻ കോമ എ എന്ന് പറയുന്നത്, കമ്മ്യൂട്ടേറ്റർ എൻ കോമ എ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാണ്. എൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡാഗർ എ ആണ്. സോ ഇറ്റ് ഈസ് എ ഡാഗർ എ കോമ എ. ദെൻ ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പം ഇത് സെയിം ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്, അതുകൊണ്ട് ഇത് വാനിഷ് ചെയ്യും. ഈ ഒരു ടേമിനകത്ത് എ ഡാഗർ കോമ എ കമ്മ്യൂട്ടേറ്റർ ഇൻറ്റു എ ആണ്. എ ഡാഗർ കോമ എ കമ്മ്യൂട്ടേറ്റർ നമ്മളിപ്പോൾ ഓൾറെഡി ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് -1 അല്ലേ? സോ -1 ഇൻറ്റു എ എന്ന് വരും. ദാറ്റ് ഈസ് -a എന്നാണ് കിട്ടുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എൻ കോമ എ ഡാഗർ ഒന്ന് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എ ഡാഗർ. എൻ കോമ എ ഡാഗർ ചെയ്ത് കഴിഞ്ഞാൽ എ ഡാഗർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് എൻ എ ഡാഗർ ആക്ടിങ് ഓൺ സ്റ്റേറ്റ് എൻ എന്ന് ചെയ്ത് നോക്കാം. എൻ എ ഡാഗർ ആക്ടിങ് ഓൺ സ്റ്റേറ്റ് എൻ. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കമ്മ്യൂട്ടേറ്റർ എൻ കോമ എ ഡാഗർ പ്ലസ് എ ഡാഗർ എൻ എന്ന് എഴുതാണ്. ഓക്കെ, കാരണം നമുക്ക് എൻ കോമ എ ഡാഗർ കമ്മ്യൂട്ടേറ്റർ എന്താണ്? എൻ എ ഡാഗർ മൈനസ് എ ഡാഗർ എൻ എന്നാണ് വരുന്നത് അല്ലേ? അതിനകത്ത് ആ എ ഡാഗർ എൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എക്സ്ട്രാ എന്ത് ചെയ്തു? ഒരു എ ഡാഗർ എൻ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്ക് എൻ എ ഡാഗറിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ആക്ഷൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എൻ എ ഡാഗർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു വച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡാഗർ അല്ലേ? സോ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെയായിട്ട് മാറും? ദിസ് ഇസ് ഈക്വൽ ടു എ ഡാഗർ പ്ലസ് എ ഡാഗർ എൻ എന്നാണ് വരുന്നത് അല്ലേ? എ ഡാഗർ പ്ലസ് എ ഡാഗർ എൻ ആക്ടിങ് ഓൺ ദിസ് സ്റ്റേറ്റ് അല്ലേ? അപ്പം അതിനെ നമുക്ക് എ ഡാഗർ എന്ന് പറയുന്ന ആളെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ വി വിൽ ഹാവ് 1 പ്ലസ് എൻ ആക്ടിങ് ഓൺ എൻ എന്താ തരിക? ക്യാപിറ്റൽ എൻ ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് എൻ എന്താ തരിക? സ്മോൾ എൻ ആണ് തരിക അല്ലേ? സോ എ ഡാഗറിനെ നമ്മൾ ആസ് സച്ച് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ എന്താണ് കിട്ടുക? എ ഡാഗർ അവിടെ തന്നെ ഉണ്ടാവും. ദെൻ ഈ ഒരു 1 പ്ലസ് എൻ ആക്ടിങ് ഓൺ എൻ, എൻ ആക്ടിങ് ഓൺ എൻ നമുക്ക് സ്മോൾ എൻ തരും. ഓക്കെ, സോ വി വിൽ ഹാവ് ദ ആൻസർ ആസ് എൻ പ്ലസ് 1 എ ഡാഗർ എൻ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ നമ്മൾ എൻ എ ആക്ടിങ് ഓൺ കെറ്റ് എൻ നോക്കിക്കഴിഞ്ഞാലും സെയിം രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആസ് n-1 എ ആക്ടിങ് ഓൺ എൻ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. എ ഡാഗർ എൻ അല്ലേ? എൻ ആക്ടിങ് ഓൺ എ ഡാഗർ എൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ ഫോമിലാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ? എൻ ആക്ടിങ് ഓൺ എ ഡാഗർ എൻ ഗിവ്സ് എസ് സംതിങ് ഇൻറ്റു എ ഡാഗർ എൻ അല്ലേ? അതുപോലെ ഇവിടെ എൻ ആക്ടിങ് ഓൺ എ എൻ ഗിവ്സ് എസ് സം വാല്യൂ ഇൻറ്റു എ എൻ അല്ലേ? ഇതൊരു ഐഗൺ വാല്യൂ ഫോമിൽ തന്നെയാണുള്ളത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ എ ഡാഗർ എൻ ആൻഡ് എ എൻ ആർ ഓൾസോ ഐഗൺ കെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എൻ അല്ലേ? ക്യാപിറ്റൽ എൻ എന്ന് കാരണം എൻ ആക്ടിങ് ഓൺ ദിസ് സ്റ്റേറ്റ്
will give us the same state. അല്ലേ? n acting on this state gives us the same state. So we can say A dagger n and an are also eigenkets of number operator n. ക്യാപിറ്റൽ എന്നിൻ്റെ ഐഗൺ ആണ് ആര്? നമ്മുടെ ഈ എ ഡാഗർ എൻ എന്ന് പറയുന്ന സ്റ്റേറ്റും അതുപോലെ എ എൻ എന്ന് പറയുന്ന സ്റ്റേറ്റും. ഓക്കെ. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഐഗൺ വാല്യൂ, ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എൻ ആക്ടിങ് ഓൺ എൻ ആണെങ്കിൽ നമുക്കിവിടെ സ്മോൾ എൻ ആണ് വാല്യൂ കിട്ടുന്നത് അല്ലേ? നമ്മുടെ ക്യാപിറ്റൽ എൻ ആക്ടിങ് ഓൺ എൻ എന്ന് പറയുന്നതിൻ്റെ ഐഗൺ വാല്യൂ എന്താണ് നമുക്ക്? ദിസ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സ്റ്റേറ്റ് എൻ ആണ് അല്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു ഈ എ ഡാഗർ എന്നും എ എന്നും എന്നിൻ്റെ ഐഗൺ സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ നമ്മുടെ ഐഗൺ വാല്യൂ, കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂ നോക്കിക്കഴിയുമ്പം ഇതിൻ്റെ കേസിൽ നമ്മുടെ ശരിക്കും എൻ ആക്ട് ചെയ്യുമ്പം കെറ്റ് എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ എൻ ആണ് കിട്ടുന്നത്. പക്ഷേ എ ഡാഗർ കെറ്റ് എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് n+1ഉം എ എന്നിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് n-1ഉം ആണ് കിട്ടുന്നത് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഗൺ വാല്യൂ ഇവിടുത്തെ കേസിൽ ഒരെണ്ണം കൂടുകയും ഇവിടുത്തെ കേസിൽ ഒരെണ്ണം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അനൈലേഷൻ ആൻഡ് ക്രിയേഷൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത് അല്ലേ? എ എന്ന് പറയുന്ന ആളുടെ കേസിൽ നമുക്ക് ഐഗൺ വാല്യൂ ഒരെണ്ണം കുറയുക ചെയ്തത്. എ ഡാഗർ എന്ന് പറയുന്ന ആളുടെ കേസിൽ നമുക്ക് ഐഗൺ വാല്യൂ ഒരെണ്ണം കൂടുകയാണ് ചെയ്തത് അല്ലേ? സോ അതാണ് ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു അനൈലേഷൻ ഓപ്പറേറ്റർ എന്നും അതുപോലെ ക്രിയേഷൻ ഓപ്പറേറ്റർ എന്നും പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങളൊന്ന് നോക്കുക. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻസ് ഒന്ന് നോക്കിയിട്ട് റെഡി ആക്കുക കേട്ടോ.